മുത്ത് നബിയോടെ ഹലറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ചൊല്ലു ആരംഭ പൂവായ മുത്ത് നബിയോടെ ഹലറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. وهل للقبة الخضراء قبة سيد الكونين أفضل قرة العينين. ചൊല്ലു ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹലറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. മൽജാ വമൻജാ വമുർതാഹൽ മുഷ്താഖി ഹിബ്ബ ثقلين أجمل خير الفريقين. ചൊല്ലു ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹലറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ത്വാഹ വയാസീൻ വഹമീം നബിയുനാ വനസുൽ ഗരീബീനാ അബ്യള മൗല സാലിഹീനാ. ചൊല്ലു ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹലറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ഹുബ്ബ وشوقا يا رحمة العالمين جئناك صلى الله عليك دائما صلى الله. ചൊല്ലു ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹലറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. يا ربي سلمنا بحق سيدنا طه رسول الله أشرف الخلق رسول الله. ചൊല്ലു ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹലറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ആമീൻ യാ റബ്ബനാ റബ്ബൽ ആലമീന സിദ് ലനാ ഹുബ്ബനാ ഇലൈഹി യാ റബ്ബനാ ആതീനാ. ചൊല്ലു ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹലറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാത്മ്യം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാത്മ്യം എന്താണ് മനസ്സിലാക്കണേ. സ്വഹാബക്കൾ കൂടിയിരിക്കുന്നതാകുന്ന സദസ്സിലേക്ക് മുശ്രിക്കീങ്ങളിൽപ്പെട്ട അവിശ്വാസികളിൽപ്പെട്ട ചില ആളുകൾ വന്നുകൊണ്ട് കളിയാക്കിക്കൊണ്ടവരോട് പറഞ്ഞുവത്രേ, ഖദ് അല്ലമക്കും നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ല ശൈഇൻ ഹത്തൽ ഖിറാഅത. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഒരു വിഭാഗം ആളുകൾ വന്നുകൊണ്ട് നിസാരപ്പെടുത്തിക്കൊണ്ട് നബിതങ്ങളെ നിസാരവൽക്കരിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾക്കിടയിൽ പറയുകയാണ്, നിങ്ങളുടെ പ്രവാചകരല്ലയോ മുഹമ്മദ് അല്ലയോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നിങ്ങൾക്കെല്ലാം പഠിപ്പിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ശരി തന്നെയാണ്. ഹത്തൽ ഖിറാഅത, വളരെ നിസ്സാരമായ കാര്യം വരെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വാദഗതി ഉന്നയിക്കുന്നില്ലയോ?
വളരെ നിസാരമായ കാര്യങ്ങൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നാണല്ലോ നിങ്ങളുടേതാകുന്ന വർത്തമാനം. നബിയെ തരം താഴ്ത്തി സംസാരിച്ചു. അപ്പോൾ സ്വഹാബത്ത് പറയാൻ ഫഖാല അജൽ, ശരിയാ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. എല്ലാ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷയത്തെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്താതെ പോയിട്ടില്ല. എല്ലാ നന്മയാർന്ന കാര്യങ്ങൾ ഇത് ഇന്നതാണെന്ന് വ്യക്തമാക്കി, ഏതെല്ലാം തിന്മകളുണ്ടോ അതെല്ലാം തിന്മയാണെന്ന് വ്യക്തമായി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. لقد نهانا أن نستقبل القبلة لغائط أو بول أو أن نستنجي باليمين. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടുള്ളത് ഒരു കാര്യവുമില്ല. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുകയാണ്. ലഖദ് നഹാനാ അൻ നസ്തഖ്ബിലൽ ഖിബ്ലത ലിഗായിതിൻ ഔ ബൗലിൻ. മലമൂത്ര വിസർജനം നടത്തുന്ന സന്ദർഭത്തിൽ ഖിബിലയ്ക്ക് നേരെ ഇരുന്നു കൊണ്ട് ചെയ്യരുത് എന്ന് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ഔ അന്നസ്തൻജിയ ബിൽയമീൻ. മലമൂത്ര വിസർജനത്തിന് ശേഷം അത് ശുദ്ധീകരിക്കുന്ന സന്ദർഭത്തിൽ വലത് കൈ ഉപയോഗിക്കരുത് എന്നും ഹബീബായ നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. എല്ലാ കാര്യവും ഞങ്ങളെ പഠിപ്പിച്ചു. മലമൂത്ര വിസർജനം എങ്ങനെയാണ് നടത്തേണ്ടത്? കിബിലയ്ക്ക് നേരെ ഇരുന്ന് നടത്തരുതേ, മൂത്രമൊഴിക്കരുതേ, കാഷ്ടിക്കരുതേ. അതും പരിശുദ്ധ പ്രവാചകർ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. മാത്രമല്ല വലതു കൈ കൊണ്ട് ശൗചം ചെയ്യരുതേ, പരിശുദ്ധ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. നിങ്ങൾ നിസ്സാരമായി കാണുന്നതായിരിക്കും ഇത്, പക്ഷെ അതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാതിരുന്നിട്ടില്ല. ആ വിഷയം വരെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തേക്ക് അവസാനമായി കടന്നു വന്ന പ്രവാചകർ, ആ പ്രവാചകരുടെ ഉമ്മത്താണ് നമ്മൾ വലിയ സന്തോഷിക്കണം. കാരണം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഷ്റഫുൽ ഖൽഖിന്റെ സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഉത്തമരായ വ്യക്തിത്വത്തിന്റെ ഈ ലോകത്തേക്ക് ആദ്യമായി പടക്കപ്പെട്ടതാകുന്ന പ്രകാശത്തിൻ്റെതാകുന്ന ഉൾവലിച്ചമാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമായതിൽ നമ്മളെല്ലാവരും വലിയ സന്തോഷം പ്രകടിപ്പിക്കണം. ആ സന്തോഷമാണ് ഈ റബീഉൽ അവ്വൽ നമ്മൾ പ്രകടനമാക്കുന്നത്. അതെങ്ങനെയാണ്? അത് വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട്, ദിക്ർ ചൊല്ലിക്കൊണ്ട്, പരിശുദ്ധ പ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ട്, സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട്, അവിടുത്തെ ആദർശ വിശുദ്ധി പരിപൂർണമായി സമൂഹത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ നമ്മൾ അവസാനത്തതാകുന്ന സമൂഹമാണ് എങ്കിലും നമ്മളാണ് ആദ്യമായിട്ട് വിചാരണ കഴിഞ്ഞു കിടക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായതുകൊണ്ട്. മനസ്സിലാക്കണം. عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, നഹ്നുൽ ആഖിറൂൻ നഹ്നുൽ ആഖിറൂൻ അസ്സാബിഖൂന യൗമൽ ഖിയാമ. നമ്മളാണ് അവസാനം ഈ ലോകത്തേക്ക് കടന്നു വന്നവർ. എന്നാൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും മുൻകടന്ന വിഭാഗം നമ്മളാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മറ്റൊരു റിവായത്തിൽ കാണാം, നഹ്നുൽ ആഖിറൂൻ അൽ അവ്വലൂന യൗമൽ ഖിയാമ. നമ്മളാണ് അവസാനത്തതാകുന്ന വിഭാഗം. ആദം നബി അലൈഹിസ്സലാം ഇങ്ങോട്ട് പ്രവാചകന്മാരെ എണ്ണിയാൽ 1,24,000 അംബിയാ മുർസലീങ്ങൾ വന്നതിൽ വെച്ച് ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് നമ്മൾ. ആ കൂട്ടത്തിലുള്ളതാകുന്ന സമൂഹമാണ്, സമുദായമാണ് നിങ്ങൾ. എന്നാൽ നഹ്നുൽ ആഖിറൂൻ
നമ്മൾ അവസാനക്കാരായിരിക്കാം, പക്ഷെ അൽ അവ്വലൂന യൗമൽ ഖിയാമ, നാളെ ആഖിറത്തിൽ ആദ്യമായി വിചാരണ കഴിഞ്ഞു കിടക്കുന്ന സമൂഹവും നമ്മളാണ് എന്നും ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്തുകൊണ്ട് കിട്ടിയതാ? നബിയുടെ ഉമ്മത്തായതുകൊണ്ട് കിട്ടിയതാ. മാഷാ അല്ലാഹ്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വനഹ്നു അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, ആദ്യമായി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നതും നമ്മളാണ് എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. അല്ലാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. എന്താ ഈ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന ഉമ്മത്തായ നമ്മൾ ആ പ്രവാചകരോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് കടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യമായി സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന വിഭാഗവും ഈ ഉമ്മത്ത്. നഹ്നുൽ അവ്വലൂന യൗമൽ ഖിയാമ നഹ്നുൽ ആഖിറൂന അൽ അവ്വലൂന യൗമൽ ഖിയാമ വനഹ്നു അവ്വലു മൻ യദ്ഖുലുൽ ജന്ന. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله. പരിശുദ്ധമായ ഖുർആൻ ആലി ഇംറാൻ 110-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമുദായം. എന്തുകൊണ്ടാണ്? നിങ്ങൾ പ്രവാചകരുടേതാകുന്ന സമൂഹമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ, മുഅ്മിനീങ്ങളെ, കുന്തും ഖൈറ ഉമ്മ, ഒരുപാട് സമുദായം ഈ ലോകത്ത് വന്നിട്ടുണ്ട്. ആദം നബിക്ക് സമൂഹമുണ്ടായിരുന്നു, നൂഹ് നബിക്ക് സമുദായമുണ്ടായിരുന്നു, ശീസ് നബിക്ക് സമുദായമുണ്ടായിരുന്നു, ഇബ്രാഹിം നബിക്ക് അനുയായി വൃന്ദമുണ്ടായിരുന്നു, യാക്കൂബ് നബിക്ക് അനുയായി വൃന്ദമുണ്ടായിരുന്നു, യൂസുഫ് നബിക്കുണ്ടായിരുന്നു, യഹ്യാ നബിക്കുണ്ടായിരുന്നു, സക്കരിയ നബിക്കുണ്ടായിരുന്നു, മൂസാ നബിക്കുണ്ടായിരുന്നു, ഈസാ നബിക്കുണ്ടായിരുന്നു. എല്ലാ സമുദായത്തിൽ നിന്നും ഏറ്റവും ഉത്കൃഷ്ടമായ സമൂഹം, സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഉത്തമരാകുന്ന മുത്തുനബിയുടെ സമുദായമായതുകൊണ്ട് നിങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. പക്ഷേ നിങ്ങളിൽ ചില ക്വാളിറ്റികൾ ഉണ്ടാക്കിയെടുക്കൽ അനിവാര്യമാണ്. തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അത് ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ വരിഷ്ഠമായ ബിന്ദുക്കളെ കൊണ്ട് വേരോടിപ്പിക്കൽ അനിവാര്യമാണ്. അല്ലാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസം കൈവിടാതെ നിലകൊള്ളുകയും അവൻ കൽപ്പിച്ചതാകുന്ന നന്മയാർന്ന കാര്യങ്ങളെ പരിപൂർണമായി ഏറ്റെടുക്കുകയും ചെയ്യണേ. നിങ്ങൾ ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യണേ. നിങ്ങൾ കൽപ്പന ഏറ്റെടുത്താൽ മാത്രം പോരാ, ജനങ്ങളെ കൊണ്ട്, കുടുംബത്തെ കൊണ്ട്, നാട്ടുകാരെ കൊണ്ട്, സമൂഹത്തെ കൊണ്ട് മുത്തുനബിയുടെ ആദർശം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണേ. നമസ്കാരത്തെ കുറിച്ച്, റമദാനിലെ നോമ്പുകളെ കുറിച്ച്, നിർബന്ധമായ സക്കാത്തുകളെ കുറിച്ച്, നിർബന്ധമായ ഹജ്ജിനെ കുറിച്ച് വ്യക്തമായ ബോധനം സമൂഹത്തിന് നൽകണേ. തീർന്നില്ല, വീണ്ടും വ്യക്തമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വതൻഹൗന അനിൽ മുൻകർ, അല്ലാഹു വിരോധിച്ചിട്ടുള്ള സർവ കാര്യങ്ങളും പരിപൂർണമായി നിരോധിക്കുകയും ചെയ്യണേ. നിങ്ങൾ കള്ളിന്റെ അഖിലുകാരാകാൻ പാടില്ല, നിങ്ങൾ കഞ്ചാവിന്റെ അഖിലുകാരാകാൻ പാടില്ല, നിങ്ങൾ മോശപ്പെട്ട മയക്കുമരുന്നിന്റെ വക്താക്കളാകാൻ പാടില്ല, നിങ്ങൾ വ്യഭിചാര ശൃംഖലയിൽ പെട്ടുപോകാൻ പാടില്ല, സമ്പത്ത് മറ്റുള്ളവരിൽ അടിച്ചു മാറ്റിക്കൊണ്ട് മോശപ്പെട്ട ജീവിതം നയിക്കുന്ന അഖിലുകാരായി നിങ്ങൾ ഒരിക്കലും
മാറാൻ പാടില്ല, അന്യന്റെ സ്വത്ത് അപഹരിക്കാനും പാടില്ല, നിങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കാനും പാടില്ല, നിങ്ങൾ അല്ലാഹു അല്ലാതെ മറ്റൊരു വസ്തുവിനെയും ആരാധിക്കാനും പാടില്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊണ്ടാൽ നിങ്ങളാണ് ലോകത്ത് ഏറ്റവും ഉത്തമ സമുദായം. ഇതെങ്ങനെ കിട്ടി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായതുകൊണ്ട്. അതുകൊണ്ട് എന്തായി? സ്വർഗത്തിൽ ആദ്യം വിചാരണ കഴിയും, മഹ്ശറിൽ ആദ്യം വിചാരണ കഴിയും, സ്വർഗത്തിലേക്ക് വേഗം കടക്കാനും സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടല്ലേ ഈ വലിയ അനുഗ്രഹം നമുക്ക് നൽകിയതാകുന്ന പരിശുദ്ധ പ്രവാചകർക്ക് അല്ലാഹു കൊടുത്ത ഈ അനുഗ്രഹങ്ങൾ സമൂഹത്തിന് പറയണ്ടേ, മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കണ്ടേ, മദ്ഹ് ചെയ്യണ്ടേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മദ്ഹ് ചെയ്യുന്ന വിഭാഗത്തെ പറ്റി പരിശുദ്ധ പ്രവാചകർ പറഞ്ഞത് എന്താണ്? കേൾക്കണോ? ഹദീസ് കേൾക്കണോ? കേട്ടോ. عن معاوية رضي الله عنه أن رسول الله صلى الله عليه وسلم خرج على حلقة من أصحابه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് മൗലിദ് ഓതിയിട്ടില്ല എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. കേട്ടോ, നബി തങ്ങളുടെ സഹാബത്ത് മൗലിദ് ഓതിയ സംഭവം, നബിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം. മൗലിദ് പാരായണം എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന ചരിത്രങ്ങൾ അയവിറക്കാണല്ലോ. നബി തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നതാകുന്ന സംഭവ വികാസങ്ങൾ. ആമിന ബീബി റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ ഗർഭം ധരിച്ചതാകുന്ന സംഭവം, പ്രസവിച്ചതാകുന്ന രംഗം, പേര് വെക്കപ്പെട്ടതാകുന്ന സംഭവ വികാസങ്ങൾ, ഇതൊക്കെ വിശദീകരിക്കുന്നതാണല്ലോ പരിശുദ്ധ പ്രവാചകന്റെ ചരിത്രം. സമൂഹത്തിന് ഗദ്യപദ്യ രൂപത്തിൽ സമ്മിശ്രമായി കൊണ്ടുവരലാണല്ലോ മൗലിദ് പാരായണം. ചില ആളുകൾ എന്തോ വലിയ സംഭവമായിട്ട് തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. നബിയെ മദ്ഹ് ചെയ്യുക, ഇവിടെ സ്റ്റേജ് കെട്ടിയിട്ട് രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയും എന്ന് വേണ്ട ലോകത്തുള്ളതാകുന്ന മറ്റു അവനിഷ്ടപ്പെട്ടതാകുന്ന സമൂഹത്തെയൊക്കെ വലിയ മദ്ഹ് ചെയ്തുകൊണ്ട് പ്രശംസിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. എതിർക്കുന്ന ആളുകൾ തന്നെ അവരുടേതാകുന്ന വിഭാഗത്തിന്റെ അഹ്ലുകാരെ തന്നെ സ്വാഗത പ്രസംഗത്തിലും മറ്റുമൊക്കെ പുകഴ്ത്തി പറയുന്നത് കേട്ടാൽ വലിയ വിലായത്തിന്റെ മർത്തബയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. എന്നാൽ അവനെ സൃഷ്ടിക്കാൻ വരെ കാരണദൂതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് രണ്ട് വാക്ക് മദ്ഹ് ചെയ്ത് ആ പ്രവാചകരൊന്ന് പുകഴ്ത്തിയാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റായി സമൂഹം കാണുന്നെങ്കിൽ അവനേക്കാൾ വലിയ പമ്പര വീട്ടി ആരാണുള്ളത്? സമൂഹമേ, മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുന്ന അൻ മുആവിയ റളിയല്ലാഹു അൻഹു ദാ കേട്ടോ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുആവിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖറജ അലാ ഹൽഖത്തിൻ മിൻ അസ്ഹാബിഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായി വൃന്ദത്തിന്റെ ഇടയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി ചെല്ലുകയാണ്, കടന്നു ചെല്ലുകയാണ്. സഹാബത്ത് വട്ടം കൂടിയിരുന്നിട്ട് എന്തോ ദിക്റൊക്കെ ചെല്ലാണ്, അങ്ങോട്ടേക്ക് നബി ചെല്ലുക. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഫഖാല, ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിച്ചു, മാ അജ്ലസകും, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ്? എന്തെങ്കിലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഭൗതികമായ കാര്യമാണോ ആത്മീയപരമായ കാര്യമാണോ? ഖാലൂ ജലസ്നാ നദ്കുറുല്ലാഹ അസ്സ വജല്ല, ഞങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് ആത്മീയമായ മജ്‌ലിസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. വനഹ്മദുഹു അലാ മാ ഹദാനാ ലിൽ ഇസ്ലാം, ഞങ്ങൾ അല്ലാഹുവിനെ സ്തുതി അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊന്നുമല്ല, അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് അവന് നന്ദി പ്രകാശനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഈമാൻ അല്ലാഹു നൽകിയല്ലോ. ഞങ്ങൾ മുമ്പ് കാലഘട്ടങ്ങളിൽ അവിശ്വാസപരമായ ജീവിതം നയിച്ചവരാണ്. അതിൽ നിന്നൊക്കെ മാറി ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് വിടുതൽ ചെയ്ത് ഇസ്ലാമിക പ്രബോധനധാരയിലേക്ക് ഞങ്ങൾ കടന്നു വന്നല്ലോ. വമന്ന അലൈനാ ബിക
യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളെ ഞങ്ങൾക്ക് നൽകിയത് വല്ലാത്തൊരു അനുഗ്രഹമായി പോയി. തങ്ങളാകുന്ന അറിവിന്റെ നിറകുടത്തെ ഞങ്ങൾ നൽകിക്കൊണ്ട് ആത്മീയതയുടെ തീരത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. അതെല്ലാം ഓർത്തിട്ട് ഞങ്ങൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങൾക്കുന്ന മഹദീയമാകുന്ന അനുഗ്രഹത്തെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബത്തിനോട് പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല യുബാഹി ബികുമുൽ മലായിക. തീർച്ചയായും സഹാബ മുആവിയ റളിയല്ലാഹു അൻഹുവിനടക്കമുള്ള സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തീർച്ചയായും നിങ്ങളുടെ ഇരുത്തമുണ്ടല്ലോ, അല്ലാഹു അവന്റെ മലക്കുകളോട് അന്തസ് നടിക്കുന്നുണ്ട് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഭൂമിയിലെ രക്തച്ചൊരിച്ചിലുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന സമൂഹമാണ് നീ സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞതാകുന്ന മലക്കുകൾക്ക് വലിയൊരു തിരിച്ചടിയാണ് നിങ്ങളുടെ ഈ മജ്‌ലിസ്. കാരണം നിങ്ങൾ അല്ലാഹുവിനെ പറ്റിയും എന്നെ പറ്റിയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലയോ, ദിക്ർ ചൊല്ലിക്കൊണ്ട് മദ്ഹ് ചെയ്തുകൊണ്ട് നിലകൊള്ളുകയല്ലയോ. അതുകൊണ്ട് ഇന്നല്ലാഹ അസ്സ വജല്ല യുബാഹി ബികുമുൽ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൊണ്ട് അന്തസ് നടിക്കുന്നുണ്ട് മലക്കുകളുടെ സവിധത്തിലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്തായി പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന മഹനീയമാകുന്ന അനുഗ്രഹത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന സ്വഹാബത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം മതം പുൽകാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം ലഭിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാകുന്ന സഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചു, എന്തെടുക്കുക നിങ്ങളിവിടെ? ഞങ്ങളിവിടെ നബിയെ ഹിദായത്ത് കിട്ടിയതിനെ പറ്റിയും തങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയതിനെ പറ്റി വലിയ അനുഗ്രഹമൊക്കെ കിട്ടിയല്ലോ. ലഖദ് മന്നല്ലാഹു അലൈന, അങ്ങനെ തന്നെ ആ ഖുർആനും പ്രയോഗിച്ചു. അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് തങ്ങളെ ഞങ്ങൾക്ക് നൽകിയത്. അതൊക്കെ ഞങ്ങൾ വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കരുത് നബി, വേറൊന്നുമില്ല, അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നബി തങ്ങൾ പറയാണ് അവരോട്, ഫഇന്നല്ലാഹ യുബാഹി ബികുമുൽ മലായിക, നിങ്ങളെ കൊണ്ട് മലക്കുകൾക്കിടയിൽ അല്ലാഹു അന്തസ് നടിക്കും. അപ്പൊ മൗലിദ് പാരായണം നടത്തുക, ദിക്ർ ചെല്ലുക. ഞാൻ 1000 അങ്ങനെ ചെല്ലും, 30,000 ഇങ്ങനെ ചെല്ലും, 10,000 സലാത്ത് ചെല്ലും, ഒരു കാര്യമില്ല. ഇതൊക്കെ റബ്ബ് നമ്മളിൽ നിന്ന് കബൂലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇഖ്ലാസ് വെച്ച് ചെയ്യുക. ജനങ്ങളുടെ മുന്നിൽ ഗരിമ കാണിക്കാനോ സമൂഹത്തിന്റെ മുന്നിൽ പത്രാസ് കാണിക്കാനോ ഒന്നും അല്ല ഈ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും, സ്ത്രീകളടക്കം ഞാനടക്കം എല്ലാവരും ചിന്തിക്കേണ്ടതാണ്, നമ്മൾ ഈ ഇരിക്കുന്നതും ഈ ചൊല്ലുന്നതും ഇതൊക്കെ റബ്ബ് നമ്മളിൽ നിന്നും കബൂലാക്കണേ എന്ന് നമ്മൾ സ്ഥിരമായി ദുആ ചെയ്യണം. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പണിയാൻ പറഞ്ഞതാകുന്ന പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട ഗേഹം കഅബാലയം പണിത് റബ്ബ് പറഞ്ഞതാണ് പണിയാൻ. അതെല്ലാം പണിതതിന് ശേഷം അല്ലാഹുവിന്റെ ആ കഅബയെ സാക്ഷി നിർത്തി തന്റെ പ്രിയപ്പെട്ട മകനെ ചാരത്ത് നിർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യാൻ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, പടച്ച റബ്ബേ ഇത് നീ സ്വീകരിക്കണേ. അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം റബ്ബ് പറഞ്ഞതാണ് ചെയ്യാൻ, ചെയ്തിട്ട് പോയാൽ മതി. പക്ഷെ ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുക. കാരണം എന്താ? സ്വീകരിച്ചു കിട്ടുക എന്നുള്ളതാണ് വലുത്, ചെയ്യുക എന്നുള്ളതല്ല. റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കണം. ഒരു അൽഹംദുലില്ലാ മതി രക്ഷപ്പെടാൻ, കൂടുതലൊന്നും വേണ്ട. ഏതെങ്കിലും ഒരൊറ്റ പ്രവർത്തനം ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ നിസ്സാരമായിട്ടായിരിക്കും. വിശന്ന് വലഞ്ഞതാകുന്ന നായക്ക് വെള്ളം കൊടുത്തതാകുന്ന സ്ത്രീ സ്വർഗത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കണം. നമ്മൾ ഇതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ നയം. ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്നത് നല്ല ഇഖ്ലാസോടുകൂടി ചെയ്യുക, നല്ല താല്പര്യത്തോടുകൂടി ചെയ്യുക. പ്രാർത്ഥിക്കുമ്പോൾ ദുആ ചെയ്യുമ്പോൾ അതിന്റെ അദബുകളൊക്കെ പാലിച്ച് ചെയ്യുക. അതിന് വേണ്ടുന്നതൊക്കെ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണമോ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനമായിട്ട് അവന് വേണ്ടുന്നതൊക്കെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് തരുന്നുണ്ട്. അതൊന്നും കൂടുതലായിട്ട് കരുതരുത്, അതൊക്കെ വളരെ കുറഞ്ഞ അമലാണെന്ന് മനസ്സിലാക്കണം. നമ്മൾക്കത് കിട്ടുമ്പോൾ വലിയ സംഭവമായിട്ട് നമ്മൾ കരുതണ്ട. അതൊക്കെ നമുക്ക് ഇനിയുണ്ട് ഒരുപാട് അമലുകൾ. മുൻഗാമികളിലൊക്കെ ചേർത്ത് നോക്കുമ്പോൾ അവരുടെ നാവ് മുഴുവനും അള്ളാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടിയ വരുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ചെല്ലാനുണ്ട് ഇനിയും.
മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമുക്ക് വേണം. നമുക്ക് വല്ല മഹബ്ബത്തും ഉണ്ടോ? ഒരു മഹബ്ബത്തും ഇല്ല. മഹബ്ബത്തുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം എന്താണ്? അയാളെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അശ്ശിഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, വമിൻ അലാമാതി മഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കസറത്തു ദിക്രി. അള്ളാഹുവിന്റെ റസൂലിനോട് അടങ്ങാത്ത താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട്, ഇഷ്ടുണ്ട്, അനുരാഗമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സദാസമയം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഫമൻ അഹബ്ബ ശൈഅൻ അക്സറ ദിക്റഹു. അതിന് ബഹുമാനപ്പെട്ട ഒരു വാക്കുകൂടി പറഞ്ഞു വെച്ചു. ശരി തന്നെയാണ്. ഒരു മനുഷ്യൻ ഒരാളെ ഏറ്റവും കൂടുതൽ പ്രിയം വെച്ചാൽ അവരെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ നാവിൽ അതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയപ്പെടുമ്പോൾ, നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പോലും സലാത്ത് പറയാത്ത സമൂഹമായി മാറിയെങ്കിൽ നമ്മുടെ ഹൃദയമൊക്കെ കല്ലായി മരവിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്കെല്ലാവർക്കും നീ ഏറ്റി നൽകണേ അല്ലാഹ്. നീ ഏറ്റി നൽകണേ അല്ലാഹ്. ആ പ്രവാചകരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് തങ്ങളുടെ മദ്ഹ് ചെയ്യട്ടെ എന്ന് ഒരാൾ ചോദിച്ചു. അപ്പൊ നബി അയാളോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, കേൾക്കണോ നിങ്ങൾക്ക്? നബി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മദ്ഹ് എന്ന് പാടട്ടെ എന്ന്. മൗലിദ് പാരായണേ. നബിയുടെ മുഖത്തോട്ട് ചോദിക്കുക. നബിയുടെ കാലത്തില്ലായിരുന്നു എന്ന്. അത് ഹദീസൊക്കെ നോക്കണം വല്ലപ്പോഴും. ഹദീസൊന്നും കണ്ടിട്ടില്ലല്ലോ. ആകെ കണ്ടത് തഴവ ഉസ്താദിന്റെ 2 ബൈത്താണ്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. അതെന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസം വിശദീകരിച്ച്. അതോടുകൂടി പിന്നെ ആർക്കും അനക്കം ഇല്ല. തഴവ ഉസ്താദ് സ്വന്തം കൈപ്പടയിൽ 18ാമത്തെ വയസ്സിൽ മൗലിദ് രചിച്ചിരിക്കുക. അങ്ങനത്തെ ആളെയാണ് മൗലിദ് വിരോധിയായിട്ട് സമൂഹം ചിത്രീകരിക്കുന്നത്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാതുല്ലാഹ് അലൈക്കും, അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أنت شمس أنت بدر أنت نور فوق نوري أنت كثير وغالي أنت مصباح صدوري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا
ممجد يا إمام القبلتين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم من رأى وجهك يا سعد يا كريم الوالدين حوضك صافي المبارك وردنا يوم النشور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ما رأينا العيسى حنا بسرى إلا إليك والغمام قد أضلت والملا صلوا عليك يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم وآتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك ظبي نفور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി ഇൻഷാ അല്ലാഹ് എന്നിട്ട് ദുആ ചെയ്യാം എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم آمين الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين أرحم الراحمين يا الله نغلني സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ നീ സന്തോഷവും സമാധാനവും ശാന്തിയും നീ നിലനിർത്തണേ അല്ലാഹ് ഒരുപാട് ഉമ്മപെങ്ങന്മാർ ഒരുപാട് സഹോദര സഹോദരിമാര് അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലോ കമന്റായിട്ടും അല്ലാതെ മെസ്സഞ്ചർ മുഖേനയും ഒക്കെ അറിയിച്ചവരുണ്ട് വേദന്റെ അഗ്നിമാർ മുഖേന ദുആ വസിയത്ത് ചെയ്തവരുണ്ട് ഈ ലൈവായി തന്നെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ സഹോദര സഹോദരിമാരുണ്ട് അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ മുഴുവനും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്
ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, റാഹത്തായ ജീവിതം കൊടുക്കണേ അല്ലാ, സന്തോഷകരമായ ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള മദ്ഹ് ചൊല്ലി നീ ഖബൂലാക്കണേ അല്ലാ. ആ പ്രവാചകരോടുള്ള ഇഷ്കും അനുരാഗും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതാകുന്ന അനുരാഗം നീ ഇരട്ടിയായി വർദ്ധിപ്പിക്കണേ അല്ലാ. അത് കാരണമായി പ്രവാചകരുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് ലഭിക്കണേ അല്ലാ. അതിന് ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നസീബാക്കണേ അല്ലാ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്, എത്രത്തോളം സലാത്ത് ചെല്ലാൻ കഴിയുമോ അധികരിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിലൂടെ ഞങ്ങളുടെ പാപം പൊറുപ്പിച്ചെടുക്കാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനും ലോക ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ മാറാനും രോഗവ്യാപനം തടയുവാനുമൊക്കെ നീ സാധ്യത നൽകണേ അല്ലാ. റാഹത്തായ ജീവിതം ആഗ്രഹിക്കുന്നവരുണ്ട്, നിന്റെ ഹബീബിന്റെ പൊരുത്തത്തിലൂടെ റാഹത്തായ ജീവിതം നീ സാധ്യമാക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളും ആബിദീങ്ങളും ഹാഫിദീങ്ങളുമാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഈ മജ്ലിസിന്റെ തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, പ്രായം ചെന്ന ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പൊട്ടിക്കരയുന്ന ഉമ്മ പെങ്ങന്മാരുണ്ട്, പ്രായം ചെന്ന ഉപ്പമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്. സ്വലാത്ത് ചൊല്ലി ചൊല്ലി റസൂലുള്ളാഹിയെ വല്ലാതെ പ്രണയിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരുടെയും സദുദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഏതൊക്കെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ മജ്ലിസിൽ നിലകൊള്ളുന്നത്, എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരുണ്ട് റബ്ബേ, ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ തുറസാക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിദീങ്ങളാക്കണേ അല്ലാ. മോശപ്പെട്ട മക്കളെ തൊട്ട് കള്ളും കഞ്ചാവുമായി നിന്നുകൊള്ളുന്ന മക്കളെ തൊട്ട്, പറഞ്ഞാൽ അനുസരണയില്ലാത്ത മക്കളെ തൊട്ട്, മാതാപിതാക്കൾ ഉപദ്രവിക്കുന്ന ചീത്ത വിളിക്കുന്ന മക്കളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഏവർക്കും നീ വിജയം പ്രദാനം ചെയ്യണേ അല്ലാ. ഒരുപാട് ആളുകൾ ഖൈറായ നിയ്യത്ത് വെച്ചുകൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്, ഒരുപാട് ആളുകൾ പലവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ശാരീരികമാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. മാനസികമാകുന്ന പ്രയാസങ്ങൾ നീ മാറ്റണേ അല്ലാ. റാഹത്തായ ജീവിതം ഞങ്ങൾക്ക് ഏവർക്കും നീ സാധ്യമാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഹിദായത്ത് എന്ന പൊൻവെളിച്ചം നീ നിലനിർത്തണേ അല്ലാ. നിന്റെ റസൂലിനെ പ്രണയിക്കാനും റസൂലുള്ളാഹിയുടെ മദ്ഹീർത്തനങ്ങൾ ആലപിക്കാനും ഗദ്യപദ്യ സമ്മിശ്രണമായിട്ടുള്ള മൗലിദ് അടക്കമുള്ളത് സർവ്വതും പാരായണം ചെയ്യാനും റസൂലുള്ളാഹിയുടെ ചരിത്രം വ്യക്തമായി പഠിക്കുവാനും റസൂലുള്ളാഹിന്റെ മക്കളെ ഭാര്യമാരെ കുടുംബത്തെ പരിചയപ്പെടുവാനും നല്ല നല്ല ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ട് മക്കൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ദീനിയായ ഒരു ആവേശത്തിലും ആദർശത്തിലും നിലകൊള്ളാനും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും സന്താന പരമ്പരകൾക്കും ഖിയാമത്ത് നാൾ വരെ നീ തൗഫീഖ് നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, സഹജനങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അയൽവാസികളുണ്ട്, മഹല്ലുകളുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. ഈ വിനീതന്റെ ഉമ്മയടക്കം മരണപ്പെട്ടുപോയവരുടെ ഹദ്റത്തിലേക്ക് ഞങ്ങൾ ഓതിയ ഹദ്ദാദ്, ഞങ്ങൾ ഓതിയ യാസീൻ, ഞങ്ങൾ ചൊല്ലിയതാകുന്ന മൗലിദിന്റെ ഹിക്കായത്തടക്കമുള്ളത് പ്രവാചകർ പ്രകീർത്തിച്ച അശറത്തബീത്തിൻ്റെതാകുന്ന സാരംഭമടക്കം അവരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അത് കാരണമായി അവരുടെ എല്ലാവരുടെയും ദർജ ഉയർത്തണേ അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ലഭിപ്പിക്കണേ അല്ലാ. അതിനുതകുന്ന മജ്ലിസായി ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫളി സല്ലല്ലാഹു
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം